ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മട്ടൻ ബിരിയാണി റെസിപ്പിയാണ്. പെരുന്നാളിന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള ചാറൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ ബിരിയാണിക്ക് വേണ്ടി ഞാൻ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് 20 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം വാർത്തെടുക്കാം. ഇനി അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് 2 കറുവയുടെ ഇല, പകുതി തക്കോലം, 2 ഇഞ്ച് കനത്തിലുള്ള കറുവാപ്പട്ട, കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. ഈ അരി വേവിച്ചെടുക്കണം. 90% വേവാവുന്നവരെ ഈ അരി വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൽ നമുക്ക് കാഷ്യൂനട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് എണ്ണ കൂടി ചേർത്ത് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം വാർത്തെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ദമ്മാക്കണം. ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ആ പാത്രത്തിൻ്റെ താഴെ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മട്ടൺ മസാല വെച്ച് കൊടുക്കാം. പകുതി മട്ടൺ മസാല ആണ് എടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് പകുതി അരി വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം.
കുറച്ച് നെയ്യ് കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ബാക്കിയിരിക്കുന്ന മസാലയും ചോറും ഒക്കെ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞത് ഇട്ട് കൊടുത്താലും മതി. നല്ലൊരു സ്മെല്ലാണ് അന്നേരം. ഇനി ഇതിനെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത മട്ടൻ കഴിക്കാൻ. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക്. If you like this video, please subscribe. Thank you for watching. Bye.